പാടം പോലെ അല്ലേ? നമ്മളിങ്ങനെ കസവ് പോണ റോഡാണ് ഇതിലാ. നിങ്ങളെ വർക്ക് ചെയ്തല്ല. എല്ലാതൊരു ലോകം തന്നെ ഇട്ടത് നോക്കള. നമ്മൾ വിചാരിച്ച നല്ലത് പോയി ഇങ്ങനെ സെറ്റാക്കി എടുക്കണമെങ്കിൽ ഇവിടെ അല്ല ഇങ്ങനെ വഴി ഉണ്ടാക്കാൻ അത്രയും ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ്, ഇത്രയും കൊണ്ടും ഇതൊക്കെ ഉള്ള സ്ഥലത്താണ് ഇപ്പൊ. ഇത്രയും കൊണ്ടും കാര്യങ്ങളുള്ള സ്ഥലത്താണ് ഇപ്പൊ ഇങ്ങനെ റോഡ് ഉണ്ടാക്കാനല്ലേ സംഭവം തന്നെ. ഐസ കുടിച്ചിരുന്നട്ടാ എത്ര തന്നെ ചേട്ടാ. ഇതിപ്പോ എങ്ങനെയുണ്ട്? ഈ പോലിട്ട വെറുതെ അല്ല പ്രമോദം പറഞ്ഞ മേലെ കേരള കാണാൻ ഞാനാ അങ്ങോട്ട് നോക്കണ്ട, വലത്ത് ശരിക്കും നോക്കണ്ടട്ടാ മോനാ. പേടിക്കണ്ട, അങ്കിള് കഴിഞ്ഞ 15 വർഷമായിട്ട് ഡ്രൈവ് ചെയ്യുന്നതാണ് കേട്ടോ. ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരുന്നതാണ്. എന്നാത്ത ലോകട്ടാ മോശ നാടൊക്കെ പോലെട്ടോ ഒരു രക്ഷയില്ല. ഇതുവരെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇത്രയും വ്യൂ ആണ് കേട്ടോ. ഇത്ര ഇംഗ്ലീഷുകാർ ഇങ്ങനെ വരണില്ല. ഇത്രയും കണ്ടീഷനുള്ള വണ്ടി ഞങ്ങൾ മാഷട്ടാ. വണ്ടി എപ്പോഴും പണി ചെയ്ത് വെച്ചേക്കും. അതിലൊരു കോംപ്രമൈസും ഇല്ല. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. മല കാണേണ്ട പൂതി തീർന്നില്ല എന്റെ. അങ്ങോട്ട് നോക്കാം ഇപ്പോ, അങ്ങോട്ട് നൊന്ത ഷോ അടിയിട്ടാ. തിരിച്ചു പോകുമ്പോഴാ രസം. എന്നിപ്പോ ഇങ്ങോട്ട് വൈഫിനായിട്ട് വരുമ്പോ ഈ റൂട്ടന്നെ ആദ്യമൊക്കെ വരുന്ന ടൈമില് എന്തോ പോല ആശ. ഞങ്ങളിപ്പം കഴിഞ്ഞ 15 വർഷം അല്ല ഫസ്റ്റ് ഒക്കെ വരുന്ന ടൈമില് വരുന്ന സമയത്തൊക്കെ ആ സമയത്തൊക്കെ റോഡ് പകുതിയേ ഉള്ളൂ സൈസ്. പിന്നെ കൂടിയതാണ്. ഇതിന്റെ പകുതിയേ ഉള്ളൂ. ഇതുപോലെ സ്റ്റോണൊന്നും ഇട്ടിട്ടില്ല, വെറും മണ്ണാണ്. എന്റെ അടുത്ത സൈഡിക്ക് അങ്ങോട്ട് നോക്കാം. അങ്ങനത്തെ അറിയുന്നതിനുള്ള ഭയങ്കര പേടിയാ. ഐസിനോട് ഇറക്കി കണ്ട് നമുക്ക് പോയാലോ? ഭയങ്കര വ്യൂ ആണ് കേസ്, രക്ഷയില്ല കേട്ടോ. നമ്മളെ പോലെ ഇത്ര നല്ലൊരു വ്യൂ ഉള്ളതേ. ഇവിടെ പിടിച്ചപ്പോ നെയ്സോ കുട്ടികളെ കൈ പിടിക്കും, കൈ വിടല്ലോ. അവള് ചെയ്താൻ പറ്റൂല, അവളെ എന്തെങ്കിലും പണിപ്പിക്കും. ഭയങ്കര വ്യൂ കേട്ടോ. എന്നാലും ചിച്ചാച്ച സ്ഥലമല്ല ഇതിട്ട, വെറുതല്ല. പ്രമോദറിന്റെ വണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അടിച്ചുപൊളി സെറ്റാട്ട മക്കളെ ഇതൊക്കെ സ്വപ്നത്തിൽ കാണാനായിട്ടിരിക്കുക.